ഓക്കെ, അപ്പം ഇതാണ് ഡെഫിനിഷൻ. ഇറ്റ്സ് എ സ്ട്രക്ചറൽ എലമെൻറ്റ് വിച്ച് ഈസ് സബ്ജക്റ്റ് ടു ട്രാൻസ്വേഴ്സ് ലോഡ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ബീംസ് ഡിസ്കസ് ചെയ്യാണ്. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ബേസിലായിട്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ബീംസ്, ഒരു വിഷയം 3 മാർക്കിന് ചോദിക്കാം. അപ്പം ഇത് പറഞ്ഞവരാണെങ്കിൽ മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ ലക്കനുസരിച്ചിരിക്കും ഇതിൻ്റെ തിയറി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ബീംസിൽ. അപ്പോൾ ആദ്യത്തെ ബീം നമ്മൾ പറയുന്ന പേര് കാൻഡിലിവർ ബീമാണ്. കാൻഡിലിവർ ബീം. ക്ലിയർ? കാൻഡിലിവറിൻ്റെ ബീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എൻഡ് വിൽ ബി ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് വിൽ ബി ഫ്രീ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബീം വരയ്ക്കുമ്പോൾ അതിൻ്റെ ലോഡ് കൂടെ കാണിക്കും. ട്രാൻസ്വേഴ്സ് ആയിട്ടൊരു ലോഡ് കമ്പോണൻ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ബീമായിട്ട് തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകത എന്താ? വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ. അതർ എൻഡ് ഈസ് ഫ്രീ. നെക്സ്റ്റ് അടുത്ത ടൈപ്പ് ബീം എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് സിമ്പിൾ സപ്പോർട്ട്സ് വരുന്നതായിരിക്കും. ഫിക്സിങ് അല്ല, ഒരു ഹിഞ്ചിൽ ആയിട്ടുള്ള രണ്ട് സപ്പോർട്ട് വരും. അപ്പോൾ എനിവേ ലോഡിങ് ആവശ്യമുണ്ട്. സോ ദിസ് ആർ ദ ലോഡ് കമ്മിങ് ടു ദ ബീം. തേർഡ് വൺ എന്ന് പറയുന്നത് ഫിക്സഡ് ബീം പറയും. ഫിക്സഡ് ബീം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ രണ്ട് എൻഡ്, ബോത്ത് എൻഡ്സ് വിൽ ബി ഫിക്സഡ്. ഈ സിറ്റുവേഷൻ ആയിരിക്കും ആൻഡ് ലോഡ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ സപ്പോർട്ട്സ് വരുന്നുണ്ടാവും. മറ്റൊന്ന് ഓവർ ഹാങ്ങിങ് ബീം ഉണ്ടാവും. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സപ്പോർട്ടിൽ നിന്ന് ഒരു സ്പാൻ വെളിയിലോട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം വിളിക്കുക. ഇനി ഒരു ടേം കൂടെ നിർദ്ദേശിക്കുക, സ്പാൻ ഓഫ് എ ബീം. സ്പാൻ ഓഫ് എ ബീം എന്ന് പറഞ്ഞാൽ ലെങ്ത്. ഒരു പർട്ടിക്കുലർ ബീം എടുത്ത് നോക്കുവാണെങ്കിൽ ആ ബീമിൻ്റെ ഏത് ലെങ്ത് വരെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടോ ആ ലെങ്തിനെയാണ് നമ്മൾ എല്ലാവരും വിളിക്കുക സ്പാൻ ഓഫ് ബീം എന്ന് വിളിക്കുക.